പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് കൊട്ടിയൂർ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ എത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ അധികം മഴയായതുകൊണ്ട് ബാവലിപ്പുഴയൊക്കെ ഇങ്ങനെ ഒഴുകി ഭയങ്കര ഒഴുക്കും ഒക്കെയാണ് ഉള്ളത്. അവിടെ ഉണ്ടാക്കിയ തടയണയൊക്കെ പൊട്ടി ഒലിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. തടയണയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളമൊക്കെ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലൊക്കെ ഇങ്ങനെ ഒഴുകുമല്ലേ. അപ്പോൾ നല്ല മഴയാണ് പെയ്യുന്നത്. അതുപോലെ തന്നെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ 6 ലക്ഷത്തിന് മേലെ കവിഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭക്തിസാന്ദ്രമായ ഒരു സ്ഥലം തന്നെയാണ് കൊട്ടിയൂർ എന്ന വലിയ നല്ല പ്രകൃതി രമണീയമായ ഒരു അമ്പലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം പ്രകൃതി കൊണ്ട് ഒരുക്കിയ ഒരു സ്ഥലം തന്നെയാണ്. വളരെ മനോഹരമായ സ്ഥലം. എന്തുതന്നെയായാലും എനിക്ക് കുറച്ച് നാൾ മുന്നേ മാത്രമേ എനിക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെ നമുക്ക് അങ്ങനെയൊന്നും പോകാൻ സാധിക്കില്ല. അത് പരമശിവൻ കൊട്ടിയൂർ പെരുമാൾ തന്നെ വിചാരിക്കണം നമ്മൾ അവിടെ പോകണമെങ്കിൽ. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്തുതന്നെയായാലും എല്ലാ ഭക്തർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അവിടെ എത്തിച്ചേരുവാൻ എല്ലാവർക്കും പറ്റട്ടെ എന്നാണ് പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറ്റുമെങ്കിൽ കൊട്ടിയൂർ ദർശനം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ജൂൺ 28 വരെ കൊട്ടിയൂർ അവിടെ വൈശാഖ മഹോത്സവം നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ നാട്ടിൽ നിന്നും ആൾക്കാർ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആ വെള്ളക്കെട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. പുറം രാജ്യത്ത് നിന്നൊക്കെ വരുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം നല്ല ഒലിപ്പൊക്കെയുള്ള സ്ഥലമൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രമേ കുട്ടികളൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ശ്രദ്ധിച്ചിട്ട് പോവുക. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് ജനങ്ങൾ ഒഴുകി എത്തുകയാണ്. എല്ലാവർക്കും പ്രാർത്ഥിച്ച് കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം. അതിനുശേഷം കുറച്ച് സംസാരിക്കാം. വേദിയുടെ വർക്കിംഗ് പ്രസിഡന്റായ വത്സൻ തില്ലങ്കരിയാണ്. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ദർശനമൊക്കെ? കൊട്ടിയൂരിലെ ദർശനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു വർഷത്തെ ജീവിതാഭിലാഷങ്ങളിൽ ഒന്നാണ്. കുട്ടികളിൽ വന്ന് ദർശനം നടത്തുക എന്നുള്ളത്. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ഇത് ദക്ഷയാഗത്തിൻ്റെ പുണ്യഭൂമിയാണ്. അതാണ് ഐതിഹ്യ പ്രാധാന്യം. അതുപോലെ ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതൊരു ക്ഷേത്രമില്ലാത്ത ക്ഷേത്രമാണ് എന്നുള്ളതാണ്. സ്വയംഭൂവായ ശിവലിംഗമാണ്. മറ്റൊരു പ്രത്യേകത ഉത്സവ സമയത്ത് മാത്രമേ ഇവിടത്തേക്ക് മനുഷ്യപ്രവേശനം ഉള്ളൂ എന്നുള്ളതാണ്. ആകെ 28 ദിവസം മാത്രമാണ് ഇവിടത്തേക്ക് മനുഷ്യപ്രവേശനം ഉള്ളത്. അങ്ങനെ നിരവധി സവിശേഷതകൾ കൊട്ടിയൂരിലുണ്ട്. ഇവിടുത്തെ പ്രകൃതി രമണീയമായ അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയ ക്ഷേത്ര രീതിയുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്തമായ സാമുദായിക വിഭാഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ ഉത്സവം നടത്തുന്നത് എന്നുള്ളതാണ്. ഇത് ആയിരക്കണക്കിന് വർഷമായി തുടരുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഇവിടെ ചുറ്റുപാട് കാണുന്ന ഈ കയ്യാലകളുണ്ട്. ഈ കയ്യാലകൾ എന്ന് പറഞ്ഞാൽ ഓരോ സമുദായങ്ങളെ പ്രതിദാനം ചെയ്തിട്ടും ഇതിൻ്റെ നടത്തിപ്പുകാരുടെ ക്ഷേത്രത്തിലെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകളെ പ്രതിദാനം ചെയ്യുകയാണ് ഓരോ കയ്യാലകളുള്ളത്. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അങ്ങനെ അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മൈ കോമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണ്, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ഒരു മഹത്തായ ഭാവാത്മകമായ തത്വം ആവിഷ്കരിതമാകുന്ന ഒരു സന്നിധാനമാണ് ഇവിടെ എല്ലാവരും ചേർന്നാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ക്ഷേത്രത്തിലെ ഇവിടുത്തെ പ്രസാദമാണ്, ഇവിടുന്ന് ഉള്ള പ്രസാദമാണ് ഈ ചുറ്റുപാടുള്ള കയ്യാലകളിൽ കഴിയുന്ന എല്ലാവരും ആഹരിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഈ പ്രസാദമാണ്. അപ്പോൾ ദേവൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യമാണ്. അവർ ജാതിപരമായോ അല്ലെങ്കിൽ സാമുദായികമായോ അവരുടെ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല എന്നുള്ള മഹത്തായ ഭാവവും ഭാവനയും ആവിഷ്കരിതമാകുന്ന ഏറ്റവും മഹത്തായ ഒരു ക്ഷേത്ര സങ്കേതമാണ് കൊട്ടിയൂർ ക്ഷേത്രം. കൊട്ടിയൂരിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രകൃതിയോട് വലിയ രീതിയിൽ ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ ആചാരങ്ങളാണെങ്കിലും എല്ലാം അതിനോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ മഹത്വത്തെ കുറിച്ച് കൂടി ആളുകളെ ബോധപ്പെടുത്തുന്നതല്ലേ നമുക്ക് കൊട്ടിയൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യത്താൽ ചൂടുന്നു നിൽക്കുന്ന, അതിൽ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ നിർമ്മിതികൾ നോക്കിയാൽ മതി. ഇവിടെ മറ്റ് തരത്തിലുള്ള കൃത്രിമമായ ഒരു നിർമ്മിതി ഇവിടെ ഇല്ല. ഇതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓല അതുപോലെ തന്നെ ഇതെല്ലാം ചേർന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമായി കൊണ്ടാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം ഉള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത്രയും കാലം കഴിഞ്ഞിട്ടും പഴയ കാലത്ത് ഉണ്ടായിരുന്ന പ്രകൃതിയോട് ഇണങ്ങിയുള്ള ക്ഷേത്ര അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിൽ ചിത്രങ്ങളൊക്കെ കണ്ടു.
ഇതിലെന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന സ്ഥലം തന്നെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ വാവലിപ്പോയിൽ കുളിച്ച് ഇറനോടുകൂടിയാണ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ല് ഉരസിയിട്ടാണ്, കല്ലിങ്ങനെ അവിടെ ഉരസിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ചന്ദനം പോലെ നമുക്ക് കിട്ടുന്നതാണ്. ആ ചന്ദനമാണ് നമ്മൾ നെറ്റിയിൽ തേക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ പ്രസാദമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. അതുപോലെ അവിടെ നിന്നും കിട്ടുന്ന ആ ഓടപ്പൂവ് എല്ലാ വീട്ടിലും വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് വെക്കുന്നതിനൊക്കെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അതൊക്കെ വെക്കുന്നത് വീട്ടിൽ നല്ല കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഓടപ്പൂവൊക്കെ വാങ്ങിയിട്ട് അത് എല്ലാവരും വീട്ടിലൊക്കെ കൊണ്ടുവെക്കുക. അത് കാണാൻ പറ്റാതെ, ആ സ്ഥലം കാണാൻ പറ്റാത്തവർ അവിടെ വന്ന് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരൊക്കെ കണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് സംതൃപ്തി അടയുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഐതിഹ്യം ഇതൊക്കെ പറയുന്നത് കേട്ടല്ലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഒരു തുറന്ന സ്ഥലം തന്നെയാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ആയാലും ഉച്ചനീചത്വങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവരും ഒരുപോലെ കണ്ട് ആണ് ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നുള്ള ഒരു സന്ദേശം കൂടി അവിടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൊട്ടിയൂർ സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് നോക്കുക. ദൈവം തന്നെ തീരുമാനിക്കണം അവിടെ എത്തണമെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, കൊട്ടിയൂർ പെരുമാൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.